ഏകനാഥ് ഷിൻഡെക്ക് 22-ൽ ബഹുഭൂരിപക്ഷം സീറ്റുകളും കൊടുക്കുന്ന രീതിയിലേക്കാണ് NDA മുന്നണിയിൽ ചർച്ച. ബാക്കി അവശേഷിക്കുന്ന 2-3 സീറ്റ് ഔദാര്യം പോലെ കൊടുക്കാനാണ് BJPയുടെ പ്ലാൻ. ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല, കടുത്ത അവഹേളന തന്നെയാണെന്ന് അജിത് പവാർ വിഭാഗം വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ്. മഹാരാഷ്ട്രയിൽ അജിത് പവാർ മഹാവികാസ് അഘാഡിയുടെ കൂടെ നിന്നപ്പോൾ കിട്ടിയ സൗഭാഗ്യങ്ങളൊക്കെ NDAയുടെ മുന്നിൽ അടിയറവ് പറഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ NDAയുടെ മുന്നിൽ സ്വയം ഇളിഭ്യനായിരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്ന രീതിയിലേക്കാണ് രാഷ്ട്രീയ സാഹചര്യം മാറി മറിയുന്നത്. ഉദ്ധവ് താക്കറെയെ തള്ളി താഴെയിടാൻ ശക്തമായി തന്നെ സ്വന്തം പാർട്ടിയിലെ ഉപ്പും ചോറും തിന്നു വളർന്ന ഏക്നാഥ് ഷിൻഡെക്ക് കഴിഞ്ഞുവെങ്കിൽ അദ്ദേഹം എന്തുമാത്രം കൊടിയ ചതിയനാണ് എന്നുള്ളത് വ്യക്തമാക്കാൻ ഇതിന് വലിയ രീതിയിലുള്ള ഒരു പ്രത്യേക സാഹചര്യം വേണ്ട. അജിത് പവാറിന് ഇപ്പോ മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു ഏക്നാഥ് ഷിൻഡെ എന്ന തന്ത്രശാലിയായ രാഷ്ട്രീയക്കാരൻ, അവസരവാദിയായ രാഷ്ട്രീയക്കാരൻ എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. BJPക്ക് ഒറ്റയ്ക്ക് അധികാരം കിട്ടില്ല എന്ന് കൃത്യമായി അവർക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ അവിടെ ഏക്നാഥ് ഷിൻഡെയെ ഉപയോഗിച്ചുകൊണ്ട് ശിവസേനയെ പുലർത്തിയെടുത്തത്. ഏക്നാഥ് ഷിൻഡെയും അജിത് പവാറും തങ്ങളുടെ ഒപ്പമുണ്ടെങ്കിൽ BJPക്ക് സുഗമമായി മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ ഭരണം ഉറപ്പിക്കാൻ കഴിയും എന്നുള്ളത് ഉറപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തവണത്തേക്ക് ഏക്നാഥ് ഷിൻഡെക്ക് മുഖ്യമന്ത്രി കസേര ദേവേന്ദ്ര ഫഡ്നാവിസ് ഉൾപ്പെടെയുള്ള നേതൃത്വം ഇടപെട്ടുകൊണ്ട് ഓഫർ ചെയ്തിരിക്കുന്നത്. പക്ഷേ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന സൂപ്പർ മുഖ്യമന്ത്രി ഇപ്പോഴും ദേവേന്ദ്ര ഗംഗാധർ ഫഡ്നാവിസ് തന്നെയാണ്. ഫഡ്നാവിസിന് അപ്പുറത്തേക്ക് ഒരു രീതിയിലും ഏക്നാഥ് ഷിൻഡെക്ക് ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ കഴിയില്ല എന്നുള്ളത് വാസ്തവം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഉദ്ധവ് താക്കറെക്ക് കൃത്യമായി അറിയാം, മറാത്ത ജനങ്ങൾ BJPക്കെതിരെ വിധി എഴുതും. അതിൽ കൃത്യമായി പൊടിഞ്ഞ് പാളീസാകാൻ പോകുന്നത് ഏക്നാഥ് ഷിൻഡെയുടെ പാർട്ടി തന്നെയാണ്. യഥാർത്ഥ ശിവസേനയെ ജനങ്ങൾ അംഗീകരിക്കും എന്ന് തന്നെയാണ് ഉദ്ധവ് താക്കറെ പറയുന്നത്. ബൈ ഇലക്ഷനിൽ ഉൾപ്പെടെ ശിവസേന സ്ഥാനാർത്ഥി ഉദ്ധവ് വിഭാഗം വിജയിച്ചു കാണിച്ചത് അതിനുള്ള മറുമരുന്നായി തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. മാത്രമല്ല, ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും മഹാവികാസ് അഘാഡിയുടെ അതിശക്തമായ പ്രകടനം ഏക്നാഥ് ഷിൻഡെയുടെ പാർട്ടിയെ നശിപ്പിച്ച് നാമാവിശേഷമാക്കും എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട എന്നാണ് ഉദ്ധവ് താക്കറെയും സഞ്ജയ് റാവത്തും മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. സഞ്ജയ് റാവത്തിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് BJP കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് കൊടുക്കാൻ ശ്രമിക്കുന്നത്. ബൃഹൻ മുംബൈ കോർപ്പറേഷനിലെ ഫ്ളാറ്റ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ചില ആരോപണങ്ങളിലാണ് ഇപ്പോൾ സഞ്ജയ് റാവത്തിനെ കൊടുക്കാൻ BJP പരമാവധി ശ്രമിക്കുന്നത്. എന്നാൽ ഇത് വില പോകില്ല എന്നുള്ളത് സഞ്ജയ് റാവത്ത് നേരത്തെ തന്നെ പറഞ്ഞിരിക്കുകയാണ്. ശിവസേനയെ തകർക്കാൻ BJPക്ക് കഴിയില്ല എന്നതും മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ അതിന്റെ അടിവേരുകൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കുമെന്നും സഞ്ജയ് റാവത്ത് പറഞ്ഞിരിക്കുകയാണ്.